വളരെ ലളിതമായ ചെറിയ ഒരു വാക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാവുന്നതുമാണ്. അങ്ങനെ ചൊല്ലിയാൽ ലഭിക്കുന്ന തുല്യതയില്ലാത്ത പ്രതിഫലത്തെ സംബന്ധിച്ചാണ് ഈ സംസാരത്തിൽ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആ വാക്ക് മറ്റൊന്നുമല്ല, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞാൽ യാതൊരു ന്യൂനതയുമില്ലാത്തവൻ, യാതൊരു കുറവുമില്ലാത്തവൻ, അവന് ഇണകളില്ല, അവന് സന്താനങ്ങളില്ല, അവന് പങ്കുകാരില്ല, അവന് തുല്യമായി ആരുമില്ല, അവൻ മാത്രമാണ് ആരാധ്യൻ, അവൻ മാത്രമാണ് സ്രഷ്ടാവ്, അവന് ക്ഷീണമില്ല, അവന് മയക്കമില്ല, സൃഷ്ടികൾ ആരോപിക്കുന്ന യാതൊരു ന്യൂനതകളുമില്ലാത്ത അത്യുന്നതനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്നതിനാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്. വബിഹംദിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, അല്ലെങ്കിൽ സ്തുതികൾ അഖിലവും അള്ളാഹുവിനാകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ഉന്നതമായ നാമങ്ങളുടെയും ഗുണവിശേഷണങ്ങളുടെയും ഉടമസ്ഥനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ, എല്ലാറ്റിനും കഴിവുള്ളവൻ, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവൻ, ഏറ്റവും ഔന്നിത്യമുള്ളവൻ, ഏറ്റവും വലിയവൻ. ഇങ്ങനെ അള്ളാഹുവിന് ഒരുപാട് സ്തുതികീർത്തനങ്ങളുണ്ട്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ എന്തെല്ലാം സ്തുതികീർത്തനങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിനാകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന വാക്കാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇത് ഒരു ദിവസം ഒരാൾ 100 തവണ പറഞ്ഞാൽ ശ്രദ്ധിക്കുക അതിൻ്റെ നേട്ടം എന്താണ് എന്ന്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി. നമ്മൾ ഈ പറഞ്ഞ വാക്ക് വളരെ ചെറിയൊരു വാക്കാണ്. ഇത് ആരെങ്കിലും പറഞ്ഞാൽ ഫീ യൗമിൻ മിഅത മറത്തിൻ, ഒരു ദിവസം 100 തവണ. അപ്പോൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ലിയാൽ മതി, ഒരു ദിവസം 100 തികയ്ക്കണമെന്ന് മാത്രം. അപ്പോൾ ഒരു ദിവസം ആരെങ്കിലും ഇത് 100 തവണ പറഞ്ഞാൽ ഹുത്തത് ഖതായാഹു വ ഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, ആ വ്യക്തിയുടെ പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അത് കടലിലെ നുരയോളമുണ്ടെങ്കിലും. തിരമാല നമുക്കറിയാം, കടലിലെ തിരമാല നമുക്കറിയാം, അതിലെ നുരകൾ, അതിലെ പതകൾ എത്രമാത്രമാണ് നമുക്ക് എണ്ണാൻ പറ്റുകയില്ല. അത്രയും തെറ്റുകളുണ്ടെങ്കിലും ചെറിയ തിന്മകളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വൻ പാപങ്ങളല്ല. വൻ പാപങ്ങൾ പൊറുക്കപ്പെടാൻ തൗബ നിർബന്ധമാണ്. എന്നാൽ ചെറിയ ചെറിയ പാപങ്ങൾ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന, അത് എത്ര തന്നെ ഉണ്ടെങ്കിലും, കടലിലെ നുരയോളം ഉണ്ടെങ്കിലും, തിരമാലകളിലെ പതയോളം ഉണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊടുക്കും. എന്തേ ചെയ്യേണ്ടതുള്ളൂ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന വളരെ ലളിതമായ ഈ ഒരു ദിക്ർ ഒരു ദിവസം 100 തവണ ചൊല്ലുക. 1 മിനിറ്റോ 1.5 മിനിറ്റോ മാത്രമേ സമയമെടുക്കുകയുള്ളൂ, പക്ഷേ അതിൻ്റെ പ്രതിഫലം വമ്പിച്ചതാണ്. ഇനി മറ്റൊരു ഹദീസ് നോക്കൂ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ ഹീന യുസ്ബിഹു വഹീന യുംസി. ഇവിടെ പ്രത്യേകം സമയം പറഞ്ഞിട്ടുണ്ട്, രാവിലെയും വൈകുന്നേരവും. അപ്പോൾ രാവിലെയും വൈകുന്നേരവുമാണ് ഇത് ചൊല്ലേണ്ട സമയം. ആ സമയത്ത് ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് മിഅത മറ 100 തവണ പറഞ്ഞാൽ, അപ്പോൾ രാവിലെയും 100 തവണ, വൈകുന്നേരവും 100 തവണ. രാവിലെ എന്ന് പറഞ്ഞാൽ ഫജ്ർ നമസ്കാരത്തിന് ശേഷം, വൈകുന്നേരം എന്ന് പറഞ്ഞാൽ അസർ നമസ്കാരത്തിന് ശേഷം. ഇനി അപ്പോൾ സാധിച്ചിട്ടില്ലെങ്കിൽ മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും മതിയാകുന്നതാണ്. പക്ഷേ ഇവിടെ ഹീന യുംസി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ അസർ നമസ്കാരത്തിന് ശേഷമാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്, മഗ്രിബിന് മുമ്പായിക്കൊണ്ട്. ആ സമയത്ത് ആരെങ്കിലും 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഈ 2 നേരവും പറഞ്ഞാൽ ലം യഅതി അഹദുൻ യൗമൽ ഖിയാമത്തി ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി. ഖിയാമത്ത് നാളിൽ ഈ വ്യക്തിയേക്കാൾ ശ്രേഷ്ഠമായ പ്രതിഫലവുമായി വേറെ ആരും വരികയില്ല. ഇല്ലാ അഹദുൻ ഖാല മിസ്ലമാ ഖാല ഔ സാദ അലൈ. ഈ വ്യക്തി പറഞ്ഞതുപോലെ പറയുകയോ എന്ന് പറഞ്ഞാൽ 100 തവണ വേറൊരാളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയോ, അല്ലെങ്കിൽ ഔ സാദ അലൈ അതിനേക്കാൾ കൂടുതൽ ആരെങ്കിലും പറഞ്ഞാൽ ആ വ്യക്തികളോ. അപ്പോൾ 100 തവണയിൽ തന്നെ മതിയാക്കണമെന്നില്ല, 100ൽ കൂടുതലാവാം. അങ്ങനെ 100ൽ കൂടുതൽ തവണ ചൊല്ലിയാൽ അവർക്കാണ് കൂടുതൽ ശ്രേഷ്ഠത. അപ്പോൾ എത്രയും വർദ്ധിപ്പിക്കാം എന്നർത്ഥം, എത്രയും വർദ്ധിപ്പിക്കാം. അപ്പോൾ രാവിലെ 100 അല്ലെങ്കിൽ 200 500 എത്രയാണോ അതിനനുസരിച്ച് പ്രതിഫലമാണ്. വൈകുന്നേരവും അങ്ങനെ തന്നെ. എന്നാൽ 100 തവണ തന്നെ പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ഏറ്റവും ശ്രേഷ്ഠമായ അതുല്യമായ പ്രതിഫലമാണ് ആ വ്യക്തിക്ക് ഖിയാമത്ത് നാളിൽ ലഭിക്കുന്നത്. ഇവിടെ ഒരു ദിവസം 100 തവണ പറഞ്ഞാൽ പോലും, രാവിലെയും വൈകുന്നേരവും ഇല്ലാതെ ഒരു ദിവസം തന്നെ 100 തവണ പറഞ്ഞാലാണ് കടലിലെ നുരയോളം പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നത്.
അപ്പോൾ പിന്നെ 2 നേരവും 100 തവണ പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, അതിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിച്ചാൽ എത്രമാത്രം ഉണ്ടാകും? അപ്പോൾ വമ്പിച്ച പ്രതിഫലമാണ്. നോക്കൂ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എത്ര ചെറിയ വാക്കാണ്, പക്ഷേ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വലിയ ആശയമാണ്. അള്ളാഹുവിന് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നത്, അവൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുന്നത്, അതിനെ വാഴ്ത്തുന്നത്, അള്ളാഹുവിന് അവനെ സ്തുതിക്കുന്നത്, അവനെ പ്രശംസിക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവനെ പ്രശംസിക്കുന്ന ഇത്തരം വാക്കുകൾ ഈ പറഞ്ഞ എണ്ണം കണക്കാക്കിക്കൊണ്ട് നമ്മൾ പറഞ്ഞാൽ വമ്പിച്ച പ്രതിഫലം അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഈ പ്രതിഫലം ഒരിക്കലും ഞാനും നിങ്ങളും നഷ്ടപ്പെടുത്താൻ പാടില്ല.